ഒരുപാട് പേർക്കൊരു സംശയമുണ്ട്, സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒന്നാണോ എന്ന്. യഥാർത്ഥത്തിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒന്നല്ല. സ്ട്രെസ്സ് നമ്മളുടെ ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് വരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസ്, ജീവിതത്തിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടാവും. എപ്പോഴും ഓരോ ദിവസവും ഇന്നത്തെ പോലെയല്ല. ഈ ചേഞ്ചസിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പം, ചേഞ്ചസിനെ ഫേസ് ചെയ്യുമ്പോൾ, ആ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, നമ്മളെ തയ്യാറാവുന്ന ഒരു നാച്ചുറലായ പ്രക്രിയയാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്ട്രെസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ, എപ്പിസോഡിക്കായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും, അതായത് സ്ഥിരമായിട്ട് സ്ട്രെസ് ഇങ്ങനെ പോകുമ്പോൾ അത് നമുക്ക് വളരെയധികം മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പക്ഷേ ആങ്സൈറ്റി അതല്ല. നമ്മളുടെ മുന്നിൽ ഇല്ലാത്തത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിലവിലില്ലാത്ത ഒരു ഡേഞ്ചറിനെ മുൻകൂട്ടി നമ്മൾ കണ്ടിട്ട്, അല്ലെ മുൻകൂട്ടി നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അതിനെ ഓർത്ത് വ്യാകുലപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ആങ്സൈറ്റി. സോ സ്ട്രെസ് നമ്മൾക്ക് തൽക്കാലം, ആ സ്ട്രെസ്സർ പോകുമ്പോൾ ആ സ്ട്രെസ്സിൻ്റെ എപ്പിസോഡ് അങ്ങ് മാറും. പക്ഷേ ആങ്സൈറ്റി അത് നിലനിൽക്കുന്നതാണ്. നമ്മളിങ്ങനെ സങ്കല്പിച്ച് ആ ചിന്തകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയും പേടിച്ച് ഭയന്ന് ഉത്കണ്ഠപ്പെട്ടിരിക്കുകയും ചെയ്യുന്നതാണ് ആങ്സൈറ്റി.